ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തിലുള്ള ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരണം പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ്. ഇത് കേരള എല്ലാ ഭാഗത്തു നിന്നുമുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് ആശുപത്രി മാലിന്യങ്ങൾ സ്വീകരിച്ചിട്ട് അത് പാലക്കാട് കൊണ്ടുവന്നിട്ട് വേണ്ട രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം ചെയ്യുന്നത് നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ വേസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ സോഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ, നമ്മൾ കാറ്റഗറി പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വേസ്റ്റാണ് നമുക്ക് വരുന്നത്. ഒന്ന് ഇൻസിനറബിൾ വേസ്റ്റ്, മറ്റേത് നോൺ ഇൻസിനറബിൾ വേസ്റ്റ്. അപ്പോൾ ഇൻസിനറബിൾ എന്ന് പറയുമ്പം നമുക്കത് കത്തിച്ച് കളയാവുന്ന മാലിന്യങ്ങളാണ്. നോൺ ഇൻസിനറബിൾ വേസ്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് പ്ലാസ്റ്റിക്സ്, നീഡിൽ, സാനിറ്ററി നാപ്കിൻസ് എല്ലാം അതിനകത്ത് പെടും. അപ്പോൾ ഓരോന്നും നമ്മളത് വേറെ വേർതിരിക്കുകയാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. അത് അറ്റ് സോഴ്സ് തന്നെ. ഇവിടെ നമുക്കിപ്പം സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ജനറൽ വേസ്റ്റാണ്. അപ്പോൾ ഈ ജനറൽ വേസ്റ്റിലും നമുക്ക് അതിനകത്ത് പല മാലിന്യങ്ങൾ ഉള്ളത് ഇനിയെങ്കിലും ഇത് വേർതിരിച്ച് സോഴ്സിൽ തന്നെ വേർതിരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേറെ പ്രത്യേകം സെഗ്രിഗേറ്റ് ചെയ്യുക, ഫുഡ് വേസ്റ്റ് വേറെ സെഗ്രിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തടി, അപ്പോൾസ്ട്രി. ഇപ്പം നമ്മൾ അവിടെയൊക്കെ പോയി കാണുമ്പം ഈ സോഫ സെറ്റ് തൊട്ട് എല്ലാം, പ്രത്യേകിച്ചും നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ പിന്നെ അതുപോലെ വെള്ളപ്പൊക്കത്തിൽ വന്നിരിക്കുന്ന പല വേസ്റ്റുകളും അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വരാതെ നമ്മൾ ഏത് വേസ്റ്റ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിതിനെ മാലിന്യം മുക്ത ഒരു കേരളമാക്കി മാറ്റാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തിൽ അതിനെക്കുറിച്ചൊരു പ്രശ്നമുണ്ടാകുന്നില്ല. കാരണത്തിൽ കേരളത്തിൽ ഉള്ള ആശുപത്രികളും ചെറിയ ക്ലിനിക്കുകളാണേലും റിസർച്ച് സെൻറ്റേഴ്സ്, ആയുർവേദ ഹോസ്പിറ്റൽ, ലാബറട്ടറീസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഇവിടെയൊക്കെ ഉള്ള ബയോമെഡിക്കൽ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് അതിനനുസരിച്ച് അത് സയൻറ്റിഫിക് ഡിസ്പോസലാണ് പാലക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ മാതൃകയിൽ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് വേസ്റ്റും നമ്മൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഡൊമസ്റ്റിക് വേസ്റ്റ് സ്വീകരിക്കുമ്പോഴും അത് വേർതിരിച്ച് ഓരോ മാലിന്യങ്ങൾ വേർതിരിച്ച്, ഇപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള ഏറ്റവും ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന അതാണ്. അങ്ങനെ വരാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം വേർതിരിച്ചിട്ട് എടുത്തിട്ട് സയൻറ്റിഫിക്കായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എത്രയും വേഗം നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫലവത്തായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേസ്റ്റിനെ മുഴുവൻ സയൻറ്റിഫിക്കായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം.